തുടർച്ചയായി നമ്മൾ ഈ ദുരന്തത്തെ അഭിമുഖീകരിക്കുന്നുണ്ട്, പ്രകൃതി ദുരന്തത്തെ. അത് ഒരു തവണ, അതായത് 2018 വലിയ തോതിൽ നമ്മൾ ആ പ്രളയത്തെ അനുഭവിച്ചു. ആ പ്രളയം പോലെ അല്ല 2019 പ്രളയം. 2019 പ്രളയം പോലെ അല്ല പിന്നീടുണ്ടായ ഉരുൾപൊട്ടലുകളും ഒക്കെ. മൂന്നാറിലുണ്ടായ പെട്ടിമുടിയിലെ ദുരന്തമായാലും അതിനുശേഷം ഈ വയനാട്ടിലെ ദുരന്തമായാലും ഇതെല്ലാം അതുപോലെ ഇത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഒരു പ്രളയ സമാനമായ സാഹചര്യം എന്ന് പറയുന്നതും അന്ന് 2018 19 പോലെയൊന്നല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് ചേർന്ന് നിൽക്കുന്ന, സർക്കാർ പറയുന്ന ആ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു തലം എന്ന് പറയുന്നത്, ഇത് വേറെ കുറേ സ്ഥലത്ത് വെള്ളം പൊങ്ങിയിട്ടുണ്ട്. 2018 പൊങ്ങാത്ത സ്ഥലത്ത് പൊങ്ങാത്ത അളവിൽ പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെ മാനേജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ വീഴ്ചകൾ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ അതിനപ്പുറത്ത് ഇതിനെ കൈകാര്യം ചെയ്യുമ്പോൾ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു തലം കൂടിയുണ്ടല്ലോ. അവിടെ വരുമ്പോഴാണ് ഇത് വലിയ പരാജയമായി മാറുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ചിലപ്പോൾ ഇതിന് മുമ്പ് അപകടമുണ്ടായപ്പോൾ വയനാട്ടിൽ സംഭവിച്ച സാഹചര്യത്തിൽ ആളുകൾ സഹകരിക്കുന്ന മട്ടിലോ ആളുകൾക്ക് ഇടപെടാൻ കഴിയുന്ന മട്ടിലോ ആയിരിക്കില്ല ഇപ്പോൾ ഈ പ്രളയ സമാനമായ സാഹചര്യം ഉണ്ടായ സ്ഥലങ്ങളിൽ ആളുകൾക്ക് ഇടപെടാൻ കഴിയുക. പക്ഷേ ഇത് ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള പണിയിൽ അദ്ദേഹം ഒരു നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിൽ അദ്ദേഹം എല്ലാവരും, അതായത് ഈ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്ന മുഴുവൻ പേരെയും പിന്നീട് കുറ്റബോധത്തിൻ്റെ തടവറയിലേക്ക് തള്ളിയിടാനുള്ള ഒരു തന്ത്രം എൻ്റെ കയ്യിലുണ്ട് എന്ന മട്ടിലാണ് അദ്ദേഹം ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയുന്നത്. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് എന്ന് പറയും. അദ്ദേഹം പറയുകയാണ് വേണ്ടത്. പറയുകയാണ് വേണ്ടത്, പറയിക്കരുത് എന്നല്ല, പറയണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അത് പറയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ യഥാർത്ഥ പ്രശ്നമായി നമുക്ക് മുന്നിലുള്ളത്. ഇപ്പോൾ സനീഷ് ചൂണ്ടിക്കാട്ടിയ ഈ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ അദ്ദേഹം പറയാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഈ നിലയ്ക്ക് അക്കൗണ്ടബിൾ ആകേണ്ട ഒരു തലത്തിലേക്ക് എത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയൊക്കെ ആകുന്നതിന് മുമ്പ്, തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അദ്ദേഹം ഈ ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരത്ത് പോയത്. ധാരാളം ചോദ്യങ്ങൾ അതിലും വന്നതാണ്. അതിലും അദ്ദേഹം പറയാത്ത ഉത്തരങ്ങൾ ധാരാളമുണ്ട്. അതിലാണ് ചോദ്യങ്ങൾ വരുന്നത്. സ്വാഭാവികമല്ലേ, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മാധ്യമങ്ങൾ സ്വാഭാവികമായി ചോദ്യങ്ങൾ ഉയർത്തും. അത് അക്കാര്യത്തിൽ ആര്യാടൻ മുഹമ്മദിന്റെ ബന്ധുക്കളെ കാണാനാണ് പോയെന്നല്ല അദ്ദേഹം പറഞ്ഞത്. ആദ്യം പറഞ്ഞ ആര്യാടൻ മുഹമ്മദിന്റെ ബന്ധുക്കളെ കാണാനായിട്ട് ചാർട്ടേഡ് വിമാനത്തിൽ പോകുന്ന ഒരാൾക്ക് മുഖ്യമന്ത്രി ആയ ശേഷം സ്വന്തം അമ്മായിയച്ഛനെ കാണാൻ, എന്നുവെച്ചാൽ ഭാര്യാപിതാവിനെ കാണാൻ ഹെലികോപ്റ്റർ പിടിച്ച് പോകുന്നതിൽ ഒരു അഭംഗിയില്ല. അത് പക്ഷേ അദ്ദേഹം പറഞ്ഞാൽ മതി. അങ്ങനെയാണല്ലോ ആദ്യം വാർത്ത വന്നത്. അങ്ങനെയാണ് എല്ലായിടത്തും വാർത്തയും ട്രോളും ഒക്കെ വന്നത്. പക്ഷേ അദ്ദേഹം നിഷേധിക്കുകയാണ്, അങ്ങനെയല്ല, ഞാൻ ഇൻവെസ്റ്ററെ കാണാൻ പോകണം. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ചോദ്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവിനെ കാണാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്ററിൽ പോയതാണ്. കാരണം ആര്യാടൻ മുഹമ്മദിൻ്റെ ബന്ധുക്കളെ കാണാൻ വേണ്ടിയിട്ട് ചാർട്ടേഡ് വിമാനം പിടിച്ച് പോയ ഒരാൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുവിനെ കാണാനാകുമ്പോൾ ഇതാകുന്നതിൽ ഒരു അത്ഭുതം എനിക്കില്ല. അവിടെ കൊണ്ട് ക്വസ്റ്റ്യൻ തീർന്നേനെ. പക്ഷെ അതല്ല എന്ന് പറയുമ്പോഴാണ് ഇൻവെസ്റ്റർ ആരാധന ചോദ്യം വരുന്നത്. അതിനകത്ത് ഒരു കാര്യം കൂടി ഉണ്ട് സനീഷ്. അതായത് ഈ ഹെലികോപ്റ്ററിന് ഇത്ര മാസത്തേക്ക് കൂടി ഇത് സൗജന്യമായി നമുക്ക് ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ട്. കാരണം ഇതിവിടെ കിടന്നാൽ ഈ കാശ് എന്തായാലും കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് പ്രത്യേക കാശ് മുടക്കില്ലെങ്കിൽ ഇനി അദ്ദേഹത്തിൻ്റെ അമ്മായിച്ചന് സുഖമില്ലാതെ കിടക്കുകയാണെങ്കിലും ഒന്ന് പോയിട്ട് വരട്ടെ. അതിനകത്ത് ഇപ്പോൾ എന്താ കുഴപ്പം? ഒന്നുമില്ല. അതിനകത്ത് ഇപ്പോൾ എന്താ കുഴപ്പം? എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. കുഴപ്പം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഇത് മഹാധൂർത്താണ്, കുഴപ്പമാണ്, ഇത് ആവശ്യമില്ലാത്ത പരിപാടിയാണെന്നൊക്കെ ഇദ്ദേഹം വിമർശിച്ച ഒരു തലം മുമ്പിലുള്ളത് കൊണ്ട് ചിലപ്പോൾ ചില വിമർശനങ്ങൾ ഉയർന്നേക്കാം. എന്നാൽ പോലും അദ്ദേഹത്തിന് പറഞ്ഞു നിൽക്കാവുന്ന സാഹചര്യമേ ഉള്ളൂ. അത്തരം ഒരു സാഹചര്യം ഇവിടെ ഈ മധ്യ കേരളത്തിലെല്ലാം വലിയ പ്രളയവും ദുരന്തവും ഒക്കെ നടക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബാംഗത്തിന് ഇങ്ങനെ ഗുരുതരാവസ്ഥയുണ്ടെങ്കിൽ അദ്ദേഹം ഒന്ന് പോയി വരുന്നതിന് എന്താണ് ഇപ്പോൾ കുഴപ്പമൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ മറ്റ് അതിനോട് ചേർന്ന് വരുന്ന വിഷ്വൽസ്, അല്ലെങ്കിൽ അദ്ദേഹം അതിനെ വിശദീകരിക്കുന്ന രീതി, ഇതൊക്കെ കൊണ്ടാണ് അത് കൂടുതൽ കുഴപ്പത്തിലേക്ക് പോയി പെടുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഇതിൽ എന്തൊക്കെ കാര്യമാണ് അദ്ദേഹം ഉത്തരം പറയേണ്ട കുറേ വിഷയങ്ങളുണ്ടല്ലോ. അതെന്താണ്? ഇപ്പോൾ ഡാം മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ 2018 പ്രളയം ഉണ്ടായപ്പോൾ, 2019 ദുരന്തമുണ്ടായപ്പോഴൊക്കെ ഉന്നയിക്കപ്പെട്ട പ്രധാന ആരോപണം എന്താണ്? ഡാം മാനേജ്മെൻറ്റിലെ പെശകാണ്, ഈ ഡാം തുറന്നുവിട്ട് ആളുകളെ മുക്കിക്കൊന്നു. ഇതൊക്കെ ആര് പറഞ്ഞത്? ഇദ്ദേഹം പറഞ്ഞതാണ്. അതായത് അന്ന് വി ഡി സതീശനും ഉന്നയിച്ച ആരോപണമാണിത്. ഇത് അന്ന് ഉന്നയിക്കുക മാത്രമല്ല, ഈ കഴിഞ്ഞ ഇടയ്ക്ക് മുൻമന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നല്ലോ. ആ സമയത്ത് പോലും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഞാനിത് 2018 മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്ന്. അങ്ങനെയുള്ള വിഷയത്തിൽ, ആ വിഷയത്തിൽ അത്ര ഉത്തരവാദിത്വ ബോധത്തോടെ ഇടപെടാൻ കഴിയുന്ന വ്യക്തി എന്ന് ആവർത്തിച്ച് പറഞ്ഞല്ലേ അദ്ദേഹത്തെ ജനമെല്ലാം കൂടെ തിരഞ്ഞെടുത്ത് വിട്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തെ നമ്മൾ എന്നാൽ പിന്നെ സാറ് ഭരിക്കൂ, നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുമ്പോൾ മൂഴിയാറ് ആരോടും പറയാതെ രാത്രി 1 മണിക്ക് തുറന്നു എന്നുള്ള ആരോപണമാണ് അവിടെയുള്ളത്. അപ്പോൾ ആ ആരോപണത്തിൽ മറുപടി അദ്ദേഹം പറയണ്ടേ? ആ ആരോപണത്തിൽ മറുപടി. അങ്ങനെ ഒരു സമയത്താണ് ഈ 1 മണിക്ക് അവിടെ ഇത് തുറന്നു വിട്ടു എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തെ കാണുന്നത് എവിടെയാണ്?
അദ്ദേഹത്തെ കാണുന്നത് ഇവിടെ ജുവലറി ഉദ്ഘാടനത്തിലോ അല്ലെങ്കിൽ സൽക്കാരവേദിയിലോ ഒക്കെയാണ് അദ്ദേഹത്തെ കാണുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അദ്ദേഹം വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളാണ് എന്ന് മുമ്പിരുന്നവരോട് ആരോപിച്ചയാളെ നമ്മൾ ഇദ്ദേഹത്തെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ ഭരണം. ശരി, അതിനേക്കാൾ മികച്ചതാക്കി കൊണ്ടുവരുമല്ലോ എന്നുള്ളത്. അപ്പോൾ ആ താരതമ്യം ഉണ്ടാകും. ഈ ചോദ്യങ്ങളും സ്വാഭാവികമായിട്ടുണ്ടാകും. അതുപോലെ ഈ സിൽറ്റ് നീക്കവും ഈ ഡ്രെയിനേജ് സംവിധാനങ്ങളും ശരിയാക്കുന്നതിനെക്കുറിച്ച് അന്ന് അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആര്? വി.ഡി. സതീശൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ ഇപ്പോൾ ആരോപണം ഉയർന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ ആരോപണങ്ങളുണ്ട്. ഇപ്പോൾ തോട്ടപ്പള്ളി സ്പില്ല് പൊഴിമുറിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഗുരുതരമായ ആരോപണം ഭരണകക്ഷിക്കകത്തുനിന്ന് തന്നെയാണ്, അല്ലെ ഭരണ മുന്നണിക്കകത്തുനിന്ന് തന്നെയാണ് ഉയരുന്നത്. അതിനകത്ത് അതായത് എം ലിജു വളരെ കർശനമായി പറഞ്ഞിട്ട് പോലും പൊഴി മുറിച്ചില്ല എന്നാണല്ലോ സജി ചെറിയാൻ പറഞ്ഞത്. ഞാൻ രാഷ്ട്രീയം പറയില്ല, ലിജു കർശനമായി നിർദ്ദേശം കൊടുത്താണ്, എന്നിട്ടും ഇത് മുറിച്ചിട്ടില്ല. അതിൽ കുഴപ്പമുണ്ട്. അവിടെയുള്ള ആളുകൾ എന്താ ആരോപിക്കുന്നത്? ഇതിൽ അഴിമതി ഉണ്ടെന്നാണ്. അവിടുത്തെ എക്കലും അതിൻ്റെ ഈ അവിടുത്തെ ഈ ധാതുക്കളുമൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ പൊഴി മുറിക്കാതിരിക്കുന്നത് എന്നുള്ള ഗുരുതരമായ ആരോപണം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആ ആരോപണം അന്നുന്നയിച്ചവർ ഇന്ന് ഇതിന് മറുപടി പറയണ്ടേ? ഇന്ന് അങ്ങനെയല്ല, നമ്മളിതാ വളരെ കാര്യക്ഷമമായി ഇത് നടപ്പാക്കിയിരിക്കുന്നു എന്ന് പറയണ്ടേ? ഈ ആരോപണം അന്ന് രമേശ് ചെന്നിത്തല ഉന്നയിച്ചതാണ്. ആരോപണം അന്ന് ഉന്നയിച്ചതാണ്. ഈ കാര്യത്തിൽ പൊഴിമുറിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാലതാമസം ഉണ്ടായപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ മുമ്പ് ഉന്നയിച്ച ആരോപണങ്ങളിൽ ഇന്നെങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കുന്നു? നിങ്ങളത് ശരിയാക്കാമെന്ന് പറഞ്ഞല്ലേ അധികാരത്തിൽ വന്നത്, അത് ശരിയാക്കിയോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞ് തന്നെ പോകണം ഈ ഓരോ വിഷയങ്ങളിൽ. അതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ, ഇന്നിപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് മറ്റൊരു ചാനലിലാണ് ഞാൻ കണ്ടത്, ഒരു മാധ്യമപ്രവർത്തകൻ, ആ മാധ്യമപ്രവർത്തകൻ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ ഭക്ഷണമില്ല, രാവിലെ മുതൽ ഭക്ഷണമില്ല. 2 മണിയായപ്പോഴെങ്ങാണ്ടാണ് അവിടെ, അതായത് സവാള മാത്രമേ എത്തിയിട്ടുള്ളൂ, വേറെ ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങളൊന്നും എത്തിയിട്ടില്ല. ഭക്ഷണം ചോദിച്ചപ്പോൾ ഇതിൻ്റെ അവിടെയുള്ള ഉദ്യോഗസ്ഥരും സംഘാടകരും ഒക്കെ പറയുന്നത് നിങ്ങൾ വീട്ടിൽ ഭക്ഷണം വെച്ചല്ലേ കഴിക്കുന്നത് എന്നൊക്കെയുള്ള തരത്തിലുള്ള നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ചു എന്നുള്ള ആരോപണം ചങ്ങനാശ്ശേരി ഭാഗത്താണ്. ചങ്ങനാശ്ശേരി MLA ആണ് അവിടെ വരുന്നത്. ചങ്ങനാശ്ശേരി MLAയും ഈ റിപ്പോർട്ടറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിൽ ഏർപ്പെടുകയാണ്. പിന്നീട് എന്താണ്, അവിടെ ആളുകൾ പറയുന്നുണ്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ പക്ഷേ ഈ MLA അടക്കം ഈ റിപ്പോർട്ടറോട് തട്ടിക്കയറുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ ക്യാമ്പുകളുടെ മാനേജ്മെൻറ്റിൽ പിശക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തില്ലേ. അതായത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല എന്ന്. ഭക്ഷണം കിട്ടാത്തതാണ് അവിടുത്തെ പ്രശ്നം. അപ്പോൾ ആ ഭക്ഷണം കിട്ടാത്ത പ്രശ്നം നമ്മൾ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ അന്ന് കാര്യക്ഷമമായി വളരെ വേഗത്തിൽ തന്നെ PC വിഷ്ണുനാഥ് ഇടപെട്ടിട്ടാണ് അന്ന് അവിടെ ഭക്ഷണം എത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഭക്ഷണം ആദ്യം എത്തിയില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ 2018-ലും 2019-ലും ഒക്കെ ഉന്നയിച്ചിരുന്ന ആരോപണം, 2021-ൽ പോലും ഉന്നയിച്ചിരുന്ന ആരോപണം എന്താണ്? ഈ അന്നത്തെ UDF സർക്കാർ, പ്രത്യേകിച്ച് വി.ഡി. സതീശൻ അന്ന് ഈ ഭക്ഷണമടക്കം എത്തിക്കുന്നതിൽ ഈ ക്യാമ്പുകൾ പ്രശ്നത്തിലാണ്, ഇവരുടെ പുനരധിവാസം വൈകുന്നു. ഈ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച ആളോട് ഈ ചോദ്യം നമ്മൾ വീണ്ടും ചോദിക്കും. അന്നത്തെ ഭരണാധികാരികളോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇല്ല എന്ന് ഇവർ വെറുതെ ആരോപിക്കുന്നതാണ്. അന്നത്തെ മാധ്യമങ്ങളുടെ ചർച്ചകൾ എടുത്ത് പരിശോധിച്ചാൽ ഈ ചോദ്യങ്ങളെല്ലാം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. അത് ഏറിയും കുറഞ്ഞും അതിൻ്റെ ആ ഇഷ്യൂവിൻ്റെ വലിപ്പം അനുസരിച്ചാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ KSDMAക്കെതിരെ ഏറ്റവും രൂക്ഷമായി ആഞ്ഞടിച്ച ഒരാളാണ് വി.ഡി. സതീശൻ. നേരിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ 2021-ലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ കൊക്കയാറിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോലും ഈ ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും KSDMA എന്നുള്ളത് കാര്യക്ഷമമായല്ല പ്രവർത്തിക്കുന്നത് എന്ന്. ഇപ്പോൾ KSDMAക്കെതിരെ ഈ ആരോപണമില്ലേ? ഈ പക്ഷത്തിന് തന്നെ, അല്ലെങ്കിൽ സർക്കാരിനെ വല്ലാതെ പിന്തുണയ്ക്കുന്ന മാധ്യമപ്രവർത്തകരടക്കം പരസ്യമായി എഴുതുകയാണ് KSDMAക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ കാര്യത്തിൽ മറുപടി പറയണ്ടേ? അപ്പം ഇത് മറുപടി പറയേണ്ടാത്ത വിഷയങ്ങളാണ് എന്നുള്ളത് ഒരു പുകമറ സൃഷ്ടിക്കലാണ്. അല്ലെങ്കിൽ ഇങ്ങനെ വഴുതി മാറിയാൽ ഈ ചോദ്യങ്ങളൊന്നും ഉയരില്ല എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ്. ഈ കാര്യങ്ങളിലെല്ലാം തീർച്ചയായും മറുപടി വന്നേ പറ്റൂ. പിന്നെ ഈ നേതൃത്വത്തെക്കുറിച്ചുള്ള ആരോപണം, അതായത് ആരാണ് KSDMA ചെയർമാൻ? ആരാണ്? ഇദ്ദേഹം തന്നെയാണ്, വി.ഡി. സതീശൻ തന്നെയാണ്. അപ്പോൾ ആ നേതൃത്വം എന്നുള്ള നിലയ്ക്കല്ലേ അദ്ദേഹത്തോട് ഈ ചോദ്യങ്ങൾ ഉയരുക? ആ ചോദ്യത്തിന് എല്ലാം അദ്ദേഹം ഉത്തരം പറയുക തന്നെയാണ് വേണ്ടത്. അദ്ദേഹം, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ദുരന്ത നിവാരണ പരിപാടികളിലെ ശ്രദ്ധക്കുറവിനെക്കുറിച്ച് നിരന്തരം അന്നത്തെ സർക്കാരിനെതിരെ ആരോപണം ഉന്നയിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് ഇന്ന് ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്തത് എന്ന് അദ്ദേഹം തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. അത് മാധ്യമങ്ങളോട് ബോധ്യപ്പെടുത്തേണ്ടതുമുണ്ട്, എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം ചോദ്യങ്ങൾ ഉയരുമ്പോൾ അതിൽ നിന്നിങ്ങനെ വഴുതി മാറുന്നത് ശരിയല്ല. അങ്ങനെ തടി തപ്പാനും രക്ഷപ്പെടാനും കഴിയില്ല ഇനിയായാലും. കാരണം നമ്മൾ വലിയ പ്രതീക്ഷയോടെ അല്ലേ സനീഷ് ഈ കാര്യത്തിൽ, ഇപ്പോൾ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുന്നു എന്നുള്ളതിനെ ഏറെ പ്രതീക്ഷയോടെ കണ്ട ഒരാളാണ് ഞാൻ. നമ്മളിത് ഇവിടെ ചർച്ച ചെയ്തിട്ടുമുണ്ട്. കാരണം
പല വിഷയങ്ങളിൽ നമ്മൾ കൃത്യമായി എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം വിഷയം അടക്കമുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പം വളരെ ആർജവത്തോടെ നിലപാട് സ്വീകരിച്ച ആളാണ് വി ഡി സതീശൻ. അതല്ലാതെയും ഇത് ഇപ്പോൾ മാത്രമല്ല, വി ഡി സതീശൻ മുമ്പും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നേരിട്ട് ഉമ്മൻചാണ്ടിയെ വിമർശിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വരികയും ആ കാലത്ത് അദ്ദേഹം വളരെ ഒരു ജനപക്ഷ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ള പ്രതീതി സൃഷ്ടിച്ചു വന്നയാളല്ലേ, നമുക്ക് പ്രതീക്ഷയില്ലേ? അദ്ദേഹം ഹർഷ നമ്മുടെ കേരളത്തിലൊരു മികച്ച കേരളത്തിലൊരു ഉദാഹരണമാവുകയാണ് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക്. എന്ത് ഉദാഹരണമാണ്? അരിയത്ര എന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്ന് പറയുന്ന ചൊല്ലില്ലേ, ആ ചൊല്ലിൻ്റെ ഉദാഹരണമാവുകയാണ് വി ഡി സതീശൻ. ഇതിനൊരു പ്രശ്നം കൂടിയുണ്ട് സതീഷ്, അത് മുമ്പ് നടക്കുമായിരുന്നു. ഇപ്പോൾ കെ കരുണാകരനോട് ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം കണ്ണിറുക്കി രക്ഷപ്പെടുന്ന ഒരു രീതി നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ, അതായത് ആ ശൈലി അത് ഇനി നടക്കില്ല, ഈ പുതിയ കാലത്ത് നടക്കില്ല. അതായത് എന്താ കാരണം സമയമില്ല. എന്നാലും ഞാൻ ഒറ്റ കാര്യം കൂടി ചേർക്കട്ടെ, എല്ലാം കൂടെ പറയേണ്ടത് കരുതി. പക്ഷേ എന്നാലും ഇപ്പം അദ്ദേഹത്തോട് മറ്റൊരു ചോദ്യം വന്നു, താങ്കൾ ഇങ്ങനെ നുണ പറയുകയാണെന്ന് പ്രതിപക്ഷം പറഞ്ഞല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവരെന്നെ ഇലക്ഷന് മുമ്പ് തന്നെ പറഞ്ഞു തുടങ്ങിയല്ലേ, എന്നിട്ട് ജനം അതിന് നല്ല തിരിച്ചടി കൊടുത്തു, എന്നിട്ട് വന്നില്ലേ, അവരുടെ ആ സംഗതി പൊളിഞ്ഞില്ലേ എന്നാണ്. അതായത് അദ്ദേഹം പറയുമ്പോൾ ബി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കാം എന്ന് കരുതിയിട്ടൊന്നുമില്ല ജനം വോട്ട് ചെയ്ത്. ബി ഡി സതീശനെ ആളുകൾ നുണേശൻ എന്ന് വിളിക്കുന്നു. അദ്ദേഹം പറയുന്നത് നുണയാണ് എന്ന് പറയുന്നതിനെ പൂർണ്ണമായിട്ട് തള്ളിയിട്ടല്ല ജനം വോട്ട് ചെയ്ത്. അദ്ദേഹത്തിനുള്ള ഇത് പ്രസിഡൻഷ്യൽ ഇലക്ഷനിലല്ലോ നടന്നത്. അത് 2 ടേമായിട്ട് ഭരിക്കുന്ന ഈ പിണറായി വിജയൻ സർക്കാരിനോട് ജനത്തിന് വിയോജിപ്പുണ്ടായിരുന്നു, അവരെ മറച്ചിടണമായിരുന്നു. മറ്റൊരുപാട് നേതാക്കളുണ്ടായിരുന്നു. വി ഡി സതീശനാണ് മുഖ്യമന്ത്രി എന്ന് കോൺഗ്രസ് പറഞ്ഞോ, UDF പറഞ്ഞോ? രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സർക്കാരിന് ഈ 2 വർഷം ഭരിച്ച 2 ടേമായിട്ട് ഭരിച്ച സർക്കാരിനെതിരായുള്ള ജനരോഷം കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നണിയെ തെരഞ്ഞെടുക്കാനുള്ള ഒരു അഭിവാഞ്ച ഇതിനു വേണ്ടിയിട്ടാണ്. അല്ലാതെ വി ഡി സതീശൻ മഹാഗംഭീര കക്ഷിയാണ്, സത്യവാനാണ് എന്ന് ആളുകൾ ഒപ്പിടുകയല്ല ചെയ്തത്. അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് തെളിയിക്കേണ്ടത്. അദ്ദേഹം ഈ പറയുന്ന അവാസ്തവങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ശരിയല്ലാത്ത തരത്തിൽ ചോദ്യങ്ങളെ നേരിട്ടുകൊണ്ട് അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ 1.5 കിലോ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുകയും ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം മനസ്സിലാക്കണം, അത്രയേ ഉള്ളൂ. തീർച്ചയായും. പക്ഷേ അതേസമയം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏകപക്ഷീയമായി ഈ സർക്കാരിൻ്റെ സകല നടപടികളും ഈ വിഷയത്തിൽ തെറ്റാണ് എന്നൊരു കാരണവശാലും ഞാൻ പറയില്ല. കാരണം നമുക്കനുഭവമുണ്ട്. നമ്മൾ ഓരോ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ ഈ മട്ടിൽ ഔദ്ധത്യത്തോടെയോ നിഷേധാത്മകതയോടെയോ പ്രതികരിക്കാതെ വളരെ കൃത്യമായി ആ വിഷയത്തിൽ ഇടപെട്ട് ആ കാര്യങ്ങളിൽ പരിഹാരമുണ്ടാക്കുന്ന മന്ത്രിമാരെ നമ്മൾ നിശ്ചയമായിട്ടും അതാണ് ഇതിനകത്ത് ഏറ്റവും പോസിറ്റീവായിട്ടൊരു കാര്യം. ഇതുവരെ ഈ ചുരുങ്ങിയ സമയത്തിനകത്ത് തന്നെ ഇപ്പോൾ ഇന്നലെ CP ജോൺ 2 തവണ അദ്ദേഹം പറഞ്ഞു, ഇന്നും അദ്ദേഹം വന്ന് തിരുത്തി. പിന്നെ ഒരുപാട് മന്ത്രിമാർ, അതായത് കാര്യങ്ങൾ വളരെ നന്നായിട്ട് കൊണ്ടുവന്ന വിഷ്ണുനാഥ്, ലിജു തുടങ്ങിയ എത്രയോ ചെറുപ്പക്കാരാണ്, ബിന്ദു കൃഷ്ണ, ഇവരെല്ലാം നമ്മൾ ഓരോ റിപ്പോർട്ടുകളായി എടുത്ത് പറയാൻ നമ്മൾ മാത്രമല്ല, അതായത് ജനങ്ങൾക്കിടയിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളെ ജനങ്ങൾക്കിടയിൽ നിന്ന് പരിഹരിക്കുന്ന മന്ത്രിമാർ ഇതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് സർക്കാരിനെ ആകപ്പാടുള്ള കാര്യമല്ല പറയുന്നത്. ഈവൻ വി ഡി സതീശൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തെ പോലും അല്ല പറയുന്നത്. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിലെ കുഴപ്പം നമ്മളോട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് തിരുത്തണം, സംഗതി വരികയാണെങ്കിൽ വിമർശിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെൻ്റെ രഹസ്യമാണ്, അങ്ങനെ രഹസ്യം മുഖ്യമന്ത്രിക്കില്ല. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ രഹസ്യങ്ങൾ അദ്ദേഹത്തിനാകാമെന്നല്ലാതെ വിമാനത്തിൽ പോയത്, ഹെലികോപ്റ്ററിൽ പോയത് എൻ്റെ രഹസ്യമാണ്, ഞാനത് പറയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വലിച്ചു പുറത്തിടും. അതാണ് ശ്രീ വി ഡി സതീശൻ ഞങ്ങളുടെ പണി. അവസാനം ഇതാണ്, അതായത് ഈ പറയുന്നത് മനസ്സിലാകാഞ്ഞിട്ടൊന്നും അല്ല അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ആരെങ്കിലും വല്ല കുഴപ്പവും പറയുമോ? പക്ഷേ ഞാൻ ഭക്ഷണം കഴിച്ചത് കുഴപ്പമായോ എന്ന് ഇങ്ങോട്ട് ചോദിക്കുകയാണ്. അതല്ല യഥാർത്ഥ പ്രശ്നം അവിടെ നിലനിൽക്കുന്നത്. ഭക്ഷണം കഴിച്ചു എന്നുള്ളതല്ല. അദ്ദേഹത്തോട് ഒരു മാധ്യമപ്രവർത്തകൻ, ആരാണെന്ന് അറിയില്ല, ഒരു മാധ്യമപ്രവർത്തകൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്, അതിനപ്പുറത്താണല്ലോ 5 പേര് മരിച്ചത് പ്രകൃതി ദുരന്തത്തിൽ, അവിടെ നിങ്ങളൊന്നും പോയില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സീൻ അവിടെയുണ്ട്, ഒരു ഇഷ്യൂ അവിടെയുണ്ട്. അപ്പോഴാണ് ഇപ്പുറത്ത് സൽക്കാരം നടക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയല്ല അതിന് മറുപടി പറയേണ്ടത് തന്നെയാണ് ഒരു സംശയവുമില്ലാതെ നമ്മൾ വിശ്വസിക്കുന്നത്.